بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരവും ആനന്ദവും പ്രദാനം ചെയ്യുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് സഹോദരിമാരുടേത്. നമ്മുടെ ജീവിതം എത്രമേൽ ഭൗതികമായി നമ്മൾ ധന്യതയുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇണകൾ, അവരുമായുള്ള ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നിശ്ചയിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ടും ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്ത ഒരു വലിയ ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു. അതിന് കാരണമായിട്ടുള്ളത് ഒരുപാട് സമ്പത്തുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതപാതിയുമായി ഒരുമിച്ച് പോകുവാൻ സാധ്യമല്ലാതായി എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ലഭിക്കുന്ന സാലറിയുടെ കനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള സ്വീകരണത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഇണയുടെയും മക്കളുടെയുമെല്ലാം നമ്മളോടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കോടികൾ നമ്മുടെ അക്കൗണ്ടിലുണ്ട് എങ്കിലും നമ്മളെ അനുസരിക്കാത്ത ഇണയാണ് നമ്മുടെ കൂടെയുള്ളത് എങ്കിൽ നമുക്ക് സമാധാനവും നമുക്ക് സ്വസ്ഥതയും നമുക്ക് ആനന്ദവും നൽകാത്തവളാണ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ലക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന സഹോദരിമാർ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്.
ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരായത്ത് അതിങ്ങനെ പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട്. എന്നാൽ വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് ഒരു പ്രത്യേകമായ ഒരു പദവി കൂടി, അവരെക്കാൾ ഒരു ഉയർന്ന പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതാണ് അതിപ്രധാനം എന്ന് പറയുന്നത്. ഭൗതികമായ ഏതെങ്കിലും പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലോ പറയുന്ന വാചകമല്ല ഇത്. ഒരു പുരുഷന് തന്റെ ഇണകൾക്കിടയിൽ പുരുഷന് ഒരു ഉയർന്നൊരു പദവി കൊടുത്തിട്ടുള്ളത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധ പണ്ഡിതൻ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷമെന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണെന്നാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ പദവിയെ, അള്ളാഹു പുരുഷന് കൊടുത്തിരിക്കുന്ന ഈ സ്ഥാനത്തിനെ അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുഭൂരിപക്ഷ കുടുംബങ്ങളും ആരെയോ കാണിക്കുവാൻ വേണ്ടി ഒരൊഴുക്കിനനുസരിച്ച് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമില്ലാതെ പല കുടുംബങ്ങളും പോകുന്നത് ഇണകൾക്ക് കൊടുക്കേണ്ടുന്ന തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കൊടുക്കുവാനും തൻ്റെ ഇണക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കുവാനും പരസ്പരം സാധിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിത കുടുംബവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചരിത്രം മാത്രം മതി. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും മറഞ്ഞു പോകാത്ത ഒരു നാമമാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്നത്. ആലോചിക്കള്, ആ മഹദിയുടെ പേര്, ആ മഹദിയെ കുറിച്ച് ഓർമ്മിക്കാത്തൊരു ദിനവും പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. എന്തേ കാരണം പറയാം, നിങ്ങൾ ആ പ്രവാചകന് തൻ്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ കൊടുക്കേണ്ടുന്ന ആ പദവി കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബിയുടെ ഇണയായി വന്നതിനു ശേഷമാണല്ലോ പ്രവാചകനാകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാന്തനായി ഇരിക്കുവാൻ വേണ്ടി കഅബയിൽ നിന്നും ഖദീജ ബിയുടെ വീട്ടിൽ നിന്നും 4-5 കിലോമീറ്റർ ദൂരെയുള്ള ഹിറാ ഗുഹയുടെ മുകളിൽ, ഏകദേശം ഇന്ന് നോർമൽ വഴിയിലൂടെ നടന്നു പോകണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ എടുക്കുന്ന ആ മലമുകളിലാണ് പ്രവാചകൻ ധ്യാനമിരിക്കുന്നത്. സ്വന്തമായി ശാന്തനായി ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് പ്രമാണിയാണ്, ചെറിയ ആളൊന്നുമല്ല. വലിയ ധനാഢ്യയായ സഹോദരിയാണ്, ധനാഢ്യയായ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയതമൻ ആ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ പ്രിയതമനുള്ള ഭക്ഷണവുമായി 3 നേരവും ആ മലക്ക് മുകളിലേക്ക് അന്ന് ഏകദേശം 50-ലധികം വയസ്സുള്ള പ്രായത്തിൽ കടന്നു പോവാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കി നിൽക്കാൻ പറ്റുള്ളൂ. കൂടെ ഒരുപാട് പരിചാരകരുണ്ട്, പറഞ്ഞാൽ കൽപ്പിച്ചാൽ പോയി അത് കൊടുക്കാൻ സാധ്യമാണ്. പക്ഷേ എൻ്റെ ഇണക്ക്, എൻ്റെ ജീവിതത്തിന്റെ പാതിയെ ഞാനാണ് പരിഗണിക്കേണ്ടത്. ഭക്ഷണം കൊടുക്കാന്ന് മാത്രമല്ല, ആ ഭക്ഷണത്തിലൂടെ സ്നേഹം കൂടി ഒരുമിച്ച് കൊടുക്കുന്നതിനു വേണ്ടിയാണ് തൻ്റെ പ്രായം 50 കഴിഞ്ഞിട്ടും ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടേക്ക് കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മറക്കാതിരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സഹോദരിമാർക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ പ്രിയതമൻ എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുമെന്ന് പറയാൻ പറ്റുന്ന, നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന എത്ര സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? തുലോം വിരളമായിരിക്കുമെന്നുള്ളതാണ് സത്യം. നോക്കൂ നിങ്ങൾ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിക്കുന്ന മറ്റൊരു പാഠമുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം മലക്ക് മുകളിൽ പോയി ഇരുന്ന് അവിടെ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹീന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയപ്പോ പേടിച്ച് പരിഭ്രാന്തിയോടുകൂടി വീട്ടിലേക്ക് ഓടി വരുന്ന പ്രവാചകൻ നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകനോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്ന വാചകങ്ങൾ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്.
ഒറ്റക്ക് മലമുകളിൽ പോയിരുന്നിട്ട് അത് സംഭവിച്ചത് അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറുമെന്നത് ഊഹിക്കാൻ പോലും പറ്റൂല. നിങ്ങൾ എന്തിനപ്പം ആ മലന്റെ മുകളിൽ ഒറ്റക്ക് പോയി ഇരിക്കേണ്ട വല്ല ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ള തിരിച്ചുള്ള 100,000 ചോദ്യങ്ങൾക്ക് പകരമായി കൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയതമനോട് പറയുന്ന വാചകമുണ്ടല്ലോ, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതഹമീലുൽ കല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ഭാരങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂദ വതഖരിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്, നിങ്ങൾ സമ്പാദ്യം കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ അതിഥികളെ ആദരിക്കുന്നുണ്ട്, നന്മയുടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് തന്റെ നെഞ്ചിലേക്ക് പ്രവാചകന്റെ തലയെ ചേർത്തു പിടിച്ച് ആ മുടികൾക്കിടയിലൂടെ കൈകളിട്ടുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഇണയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു തആല കടന്നു വരുമ്പോ പ്രവാചകന് ഉമ്മയില്ല, പ്രവാചകന് ഉപ്പയില്ല, അണിയനോ അണിയത്തിയോ ഇല്ല, ജ്യേഷ്ഠന്മാരും ഇല്ല. ഇവരെല്ലാം കൊടുക്കുന്ന സ്നേഹം ഖദീജ റളിയല്ലാഹു തആല എന്ന് പറയുന്ന നമ്മുടെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരിക്കലും അവരെ മറക്കാതിരുന്നത്. ആയിഷ ബീവി ഒരു സന്ദർഭത്തിൽ പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന ചരിത്രമാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകൻ ഖദീജ ബീവിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഖദീജക്ക് ശേഷം ഞങ്ങള് യുവതികളായ ആളുകൾ അടക്കങ്ങളുടെ ഇണകളായില്ലേ എന്ന് ചോദിക്കുമ്പോ ഏറ്റവും ഗൗരവത്തോട് കൂടിയിട്ട് പ്രവാചകന്റെ മുഖം ചുവന്നു കൊടുത്തുകൊണ്ട് ആയിഷ ബീവിയോട് പറയുന്ന ഒരു വാചകമുണ്ട്, ആയിഷ, മക്കയിലുള്ള മുഴുവൻ ആളുകളും എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവളാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. എന്നെ നാട്ടിലുള്ളവർ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടപ്പോ അവർ പല വാചകങ്ങളുമായി എന്നെ ആക്ഷേപിച്ചപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചത് ഖദീജ റളിയല്ലാഹു തആലയാണ്. പ്രവാചകനെയും കുടുംബത്തിനെയും ബഹിഷ്കരിച്ച് മലക്ക് മുകളിലേക്ക് താമസിക്കേണ്ട അവസ്ഥ വന്നപ്പോ ഖദീജ ബീവിയുടെ കുടുംബം വന്നിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊള്ളൂ, ഞങ്ങളുടെ കൂടെ നിനക്ക് താമസിക്കാം, പ്രായമുണ്ട് ഖദീജ റളിയല്ലാഹു തആലഹുവിന്. പക്ഷേ ഖദീജ ബീവി തെരഞ്ഞെടുത്തത് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്റെ കുടുംബത്തോടൊപ്പം, തന്റെ പ്രിയതമന്റെ കുടുംബത്തോടൊപ്പം ക്ഷമയോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ ഇണകൾ എന്ന് പറയുന്നത് ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കിനും ഈ രൂപത്തിലുള്ള സ്ഥാനങ്ങളെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ തറവാടിന്റെ മഹത്വവും തൻ്റെ ഇണയേക്കാൾ തറവാടിനേക്കാൾ ഉയർന്ന തറവാട്ടിലാണെങ്കിൽ തന്നെ താൻ വരച്ച വരയിൽ നിൽക്കണമെന്ന് ദുശാഠ്യം കാണിക്കുന്ന സഹോദരിമാരുടെ അവരുടെ കീഴിൽ അപമാനം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പുരുഷന്മാർ നമുക്കിടയിൽ കാണാൻ പറ്റും. അവർക്ക് സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി വെക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിന്റെ അടുക്കൽ ധനാഢ്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നുമില്ല. ഒരിക്കൽ കഅബക്കരികിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച് തിരിച്ചു നടക്കുമ്പോൾ ഖുറൈശികളിൽപ്പെട്ട ചില പ്രമാണിമാരായ ആളുകൾ വന്നുകൊണ്ട് മുഹമ്മദിനോട് ചോദിച്ചു, നീയാണോ ഖദീജ എന്ന് പറയുന്ന ധനാഢ്യയായ ആ സഹോദരിയെ കല്യാണം കഴിച്ചത്? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ, നീ ധനാഢ്യയായ അവളെ കല്യാണം കഴിച്ചിങ്ങനെ ജീവിക്കുകയാണല്ലോ എന്ന ചോദ്യം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ട് പ്രവാചകൻ പ്രയാസത്തോടുകൂടി മുഖം കുലിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പ്രവാചകനെ കണ്ടപ്പോൾ തന്നെ ഖദീജക്ക് മനസ്സിലായി, എൻ്റെ പ്രിയതമൻ എന്തോ ദുഃഖമുണ്ട്, എന്തോ പ്രയാസമുണ്ട്. കയറിയപ്പോൾ ചോദിച്ചു, എന്താ പ്രശ്നം? റസൂൽ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ ഖദീജ റളിയല്ലാഹു തആല ചെയ്തത് എന്താണെന്ന് അറിയാം നിങ്ങൾ?
അവിടെയുള്ള പ്രവാണിമാരെ മുഴുവനും വിളിച്ചു വരുത്തി അവർക്ക് ഒട്ടകവും ആടുമറത്ത് വിഭവങ്ങൾ കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു, ഇതാ ഇന്ന് മുതൽ ഈ സമയം മുതൽ ഈ ഖദീജയുടെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി മുഹമ്മദാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രയായവൾ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചവൾ. അതാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രിയതമൻ എന്ത് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മുടെ കുടുംബത്തിന്റെ മുമ്പില്, നമ്മുടെ കൂട്ടുകാരുടെ മുമ്പില്, നമ്മുടെ അയൽവക്കത്തുള്ളവന്റെ മുമ്പില് തന്നെ കെട്ടിയ തന്റെ പ്രിയതമന് കൊടുക്കുന്ന സ്ഥാനമെന്ത് എന്നുള്ള ഈ ഗൗരവകരമായ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ടല്ലോ, ഫഇന്നി ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ് ലഅമർതുൽ മർഅതു അൻ തസ്ജുദ ലിസൗജിഹാ. ഈ ഹദീസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യുവാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ വേണ്ടി തന്റെ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് ചേർന്നുകൊണ്ട് പ്രവാചകൻ പറയുന്ന ഒരു വാചകം കേട്ടോ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ. ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ അവളുടെ റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. ഒരു സ്ത്രീ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാധനകളൊക്കെ നിർവഹിക്കാറുണ്ടായിരുന്നു, വിവാഹത്തിന് മുമ്പ് ശേഷമുണ്ട്. വിവാഹത്തിന് മുമ്പ് ഞാൻ നോമ്പനുഷ്ഠിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതാവഹമായ ആസ്വാദനം എനിക്ക് ലഭ്യമായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്കതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതെന്താ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെയ്ഖ് ആ സഹോദരിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നീ എപ്രകാരമാണ് നിന്റെ ശ്രദ്ധയെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി തിരിച്ച് അദ്ദേഹത്തിനോട് പറയാണ്, ഞാൻ ചോദിക്കുന്നത് എന്റെ ഇബാദത്തുകളെ കുറിച്ചാണ്. എന്റെ ഇബാദത്തുകൾ എനിക്ക് ആസ്വാദനം ലഭ്യമാകുന്നില്ല, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ഭർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം ആ സഹോദരിയോട് തുടർന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ മാധുര്യമോ ആരാധനകളുടെ ആസ്വാദനമോ അതിന്റെ സ്വാധീനമോ കരഗതമാക്കാത്തതിന്റെ കാരണത്തിൽപ്പെട്ടത് റസൂൽ പറഞ്ഞത്, സ്ത്രീ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് വരെ ഈമാനിന്റെ മാധുര്യം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. ആരാധനകൾ കൊണ്ട് ലഭ്യമാകുന്ന ഒരു സൗരഭ്യമുണ്ടല്ലോ, ഒരു വലിയൊരു അനുഗ്രഹമുണ്ടല്ലോ, ആ മാധുര്യമുണ്ടല്ലോ, അത് അനുഭവിക്കണമെങ്കിൽ എന്തോ നിങ്ങൾ അഞ്ചു നേരം അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തു എന്നതുകൊണ്ട് കാര്യമില്ല കേട്ടോ. 5 കൃത്യമായി നോമ്പ് നോട്ടു എന്നുള്ളത് കൊണ്ടോ നിങ്ങൾ കോടിക്കണക്കിന് രൂപ ധർമ്മം ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങളുടെ ആരാധനയുടെ മാധുര്യം അനുഭവിക്കാൻ പറ്റൂല. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രിയതമനോട് നിങ്ങൾ ഏറ്റവും മാന്യമായി നിൽക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ബാധ്യത കഴിഞ്ഞാൽ ഭർത്താവിനോടുള്ള ബാധ്യതയേക്കാൾ നിർബന്ധമായ മറ്റൊരു ബാധ്യതയും സ്ത്രീക്കില്ല, മറ്റൊരു ബാധ്യതയുമില്ല. ഒരു പ്രശ്നം വരുമ്പോ, ഒരു ബാധ്യത നിർവഹിക്കേണ്ട സന്ദർഭം വരുമ്പോ അവൻ റസൂലും അള്ളാഹുവും അവൻ റസൂലും കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടുന്ന സ്ഥാനം തന്റെ പ്രിയതമനാണ്, തന്റെ ഭർത്താവിനാണ്. അതേത് പ്രായത്തിൽ? ചെറുപ്പത്തിലാണെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വൃദ്ധരായ ആളുകളോടാണ്, പ്രായം ചെന്നവരോടാണ് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു പ്രായം കഴിയുമ്പോഴേക്കിനും നമ്മുടെ ജീവിത പാതിയെ ഒരു അരുക്കേക്കാക്കി വെക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിന് അവർക്കൊരു പരിഗണനയില്ല, ഭർത്താവിന് അവർ പരിഗണിക്കുന്നില്ല, അഭിപ്രായങ്ങൾ അവർ മുഖവിലക്കെടുക്കുന്നില്ല. മക്കൾ എന്താണോ പറയുന്നത് അത് മതി, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോളി എന്ന് പറയുന്ന ഒരു രീതി, അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം
പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കുണ്ട് എങ്കിൽ, പരലോകത്ത് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ട് എങ്കിൽ, സ്വർഗം നിങ്ങൾക്ക് കരഗതമാക്കണമെന്നുണ്ട് എങ്കിൽ ഗൗരവമായി നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അല്ലാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 വയസ്സാവട്ടെ, 100 വയസ്സ് കഴിഞ്ഞുകൊള്ളട്ടെ, ബോധമുള്ള അവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും അഭിമാനത്തോട് കൂടിയിട്ട് തന്റെ ഭർത്താവാണെന്ന് പറയാനും ആ ഭർത്താവിന്റെ വാചകങ്ങൾക്ക് ചെവി കൊടുക്കുവാനും സാധ്യമാകുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത് എന്ന് ഉറപ്പെടുത്തുന്നു. അതുപോലെ പ്രിയമുള്ള സഹോദരിമാരോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വിശേഷണമുണ്ട്. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഐബി ബിമാ ഹഫിളല്ലാഹ്. നല്ലവരായ സ്ത്രീകളുടെ ഗുണമാണ് അവർ അനുസരണശീലമുള്ളവരാണ്. അതേപോലെ തന്നെ അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചില വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമൂഹത്തിലെ ചില രംഗങ്ങളും ചില അവസ്ഥകളും പരിശോധിക്കുമ്പോൾ കാണുന്നത്, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന് മാത്രം അവകാശപ്പെടുന്ന പലതിനെയും മറ്റുള്ളവർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നവർ നമ്മൾ കാണുന്നു. അവിഹിത ബന്ധങ്ങളുടെ എണ്ണത്തിന്റെ വർധനവ് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾ നാളെ പരലോകത്ത് വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അറിയുക, നിങ്ങളുടെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് അവകാശപ്പെട്ടതിനെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റായ രൂപത്തിലേക്ക് പോകുന്ന, ഒറ്റപ്പെടുന്ന, അതേപോലെ അന്യ പുരുഷന്മാരുമായി കൊണ്ട് ഇടപഴകുന്ന, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായി ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പ്രവാചകൻ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൻ നിസാഇ ഖൈറുൻ, നല്ലൊരു പെണ്ണേതാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഖൈറുൻ നിസാഇ ലതി തസുറുഹു ഇദാ നളറ വതുതിഉഹു ഇദാ അമറ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹു. ഒരു നല്ല പെണ്ണെന്ന് പറയുന്നത് ഭർത്താവ് കടന്നു വരുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുവാൻ നോക്കിയാൽ സന്തോഷമുണ്ടാകണം. വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന, വേഗത്തിൽ കയറി ചെല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തന്നെ പ്രിയതമനെ സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അദ്ദേഹം ഒരു കാര്യം കൽപ്പിച്ചു പോയി, പക്ഷേ ആങ്ങളെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരു പെണ്ണിന് പെർമിഷൻ ഇല്ല. ഗൗരവമുള്ള കാര്യമാണത്. ഭർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ഓള കുടുംബക്കാരെ കൂടി തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കേണ്ടവനല്ല ഇവൻ. നേരെ മറിച്ച് ചിലപ്പോൾ തെറ്റായതോ അല്ലെങ്കിൽ ചിലപ്പോൾ അപകടകരമായ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് സാധ്യമാകുമെങ്കിൽ മാത്രം ആ തീരുമാനത്തിലേക്ക് പോവുക എന്നതല്ലാതെ എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാപ്പാന്റെ സ്ഥലമാണല്ലോ, അല്ലെങ്കിൽ പുറണ്ടാക്കാൻ വാപ്പയാണല്ലോ പണം തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ അഭിമാനത്തിനെ പ്രയാസപ്പെടുത്തുന്ന, ഭർത്താവിനെ ഒന്നുമില്ലാതാക്കുന്ന സ്വഭാവവും സംസ്കാരവും നമ്മുടെ ഉമ്മത്തിനുണ്ട്. നമ്മുടെ പെൺകുട്ടികളിൽ അധികമായി കണ്ടുകൊണ്ടിരിക്കുന്നു. വാപ്പയുടെ മഹത്വം പറഞ്ഞിട്ടും തറവാടിന്റെ മഹത്വം പറഞ്ഞിട്ടും തന്നെ കെട്ടിയ ഇണയോട് മാന്യതയില്ലാതെ പെരുമാറുന്നവർ വിചാരിക്കുന്നത് ഞങ്ങൾ വലിയ അന്തസ്സുള്ളവരല്ല, ഏറ്റവും മോശമായവരാണ് നിങ്ങൾ, ഏറ്റവും അപമാനിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളതാണ് പ്രവാചക വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയും അവളുടെ ഗുഹ്യാവയവത്തിനെ സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, സ്വർഗത്തിന്റെ 8 വാതിലുകളുണ്ട്,
പെണ്ണെ, ആ 8 വാതിലുകളിൽ ഏത് വാതിലിലൂടെയും നിനക്ക് കടക്കാൻ സാധ്യമാകും. പക്ഷെ എന്തു വേണം? ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ട്, ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, കൃത്യമായി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭർത്താവിനെ ശല്യപ്പെടുത്തുവാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഭർത്താവിനെ ശല്യപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ അവന്റെ ഹൂറിയായ പെണ്ണ് പറയുമെന്നാണ്, സ്വർഗത്തിലെ സഖി പറയുമെന്നാണ്, നീ അവനെ എന്ത് ചെയ്യരുത്? പ്രയാസപ്പെടുത്താൻ പാടില്ല. ഖാത്തലക്കില്ല, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ഈ ഇണകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇണകളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങൾ കൊടുത്തും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പലപ്പോഴും നിക്കാഹ് ഖുതുബകളിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു ചരിത്രമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഫാത്തിമ ബിബിയുടെയും ചരിത്രം. നമ്മുടെ സഹോദരിമാർ ഏറെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരു ചരിത്രമാണ്. ജീവിതത്തിൽ തൻ്റെ ഇണയുടെ അവസ്ഥയും സാഹചര്യവും അനുസരിച്ചുകൊണ്ട് പെരുമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്ന് പല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും ലക്ഷങ്ങളുടെ കടബാധ്യതകൾ വന്നുകൊണ്ട് ഉറക്കമില്ലാതെ പല അസുഖത്തിനും അടിമകളാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് തൻ്റെ കുടുംബവും തൻ്റെ അയൽവക്കവും തൻ്റെ സുഹൃത്തുക്കളുമൊക്കെ എന്താണോ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിനെ ക്രമീകരിച്ചു എന്നുള്ളത് കൊണ്ടും, തൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തിക നിലയറിയാതെ, തൻ്റെ ഭർത്താവിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്താനും നാട്ടുകാരെ തൃപ്തിപ്പെടുത്താനും വലിയ അവസ്ഥകളിൽ വലിയ ആളുകളെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടിയിട്ട് കടത്തിലേക്കെത്തി മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനായി, അതേപോലെ രോഗങ്ങൾ വന്നു, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റണം. ആ ചരിത്രത്തെ ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് മധുരമുള്ള കാരക്ക തിന്നാൻ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ കയ്യിലൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചെങ്കിലും കിട്ടിയില്ല. അവസാനം തൻ്റെ ഒരു വസ്തു വിറ്റ് കുറച്ച് കാരക്കയുമായി അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് അതിവേഗത്തിൽ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്വഹാബാക്കള് അലിനോട് ചോദിച്ചു, അല്ല അലിയെ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? മധുരമുള്ള കാരക്കയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അലിയെ, ഞങ്ങൾ കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള കാരക്ക തൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കുള്ള ഓരോ കാൽവെപ്പുകളും അതിന് വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നു. മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് വെറും കൈയോടുകൂടി ചെന്നു. അപ്പോൾ ഫാത്തിമ ബീവി സ്വീകരിച്ചിരുത്തി, വെള്ളം കൊടുത്തു, ഒന്നും പറയാതെ അവിടെ ഉണ്ടായിരുന്ന മാവെടുത്ത് ഭക്ഷണമാക്കിയിട്ട് തൻ്റെ പ്രിയതമൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് കഴിക്കുന്ന രംഗമുണ്ട്. ആ സമയത്ത് മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി നിൽക്കുന്ന അലി ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, നീ എന്തിനായിരുന്നു എന്നെ പറഞ്ഞയച്ചത്? ഫാത്തിമ കുറച്ച് കാരക്ക് കിട്ടിയ തിന്നണമെന്ന് പൂതിണ്ടായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അത് കൊണ്ടുവരാതിരുന്നിട്ടും ഈ നിമിഷം വരെ എന്നോട് നീ അത് ചോദിച്ചില്ലല്ലോ ചോദിച്ചപ്പോൾ ആ ബീവിയുടെ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മറുപടി എന്താ പറയുന്നത്? അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ പോയത് എനിക്ക് കാരക്ക വാങ്ങാനാണ്. നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അത് വാങ്ങുമായിരുന്നു. നിങ്ങളത് വാങ്ങിയിട്ടും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ഏതെങ്കിലും ആളുടെ കയ്യിലായിരിക്കും അത് എത്തിയിട്ടുണ്ടാവുക. നോക്കൂ നിങ്ങൾ, ഈ ഒരു ചരിത്രം നമ്മുടെ സഹോദരിമാരുടെ മുമ്പിൽ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പഠിക്കേണ്ടുന്ന പാഠങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടമുള്ള ഇണകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ,
ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദാം. അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വന്ന ഒരുപാട് ആളുകൾ, വൃദ്ധരായ ആളുകൾ ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാം കൂടുതൽ ആഫിയത്തും മരിക്കുന്നതുവരെ പള്ളിയിലേക്ക് വന്ന് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മുള്ളങ്കണ്ടി മരണപ്പെട്ടു പോയ മമ്മദ് കോയ സാഹിബിൻ്റെ ഭാര്യ ആയിഷ ബീവി മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു അറിയാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അതേപോലെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. ഖബറുകൾ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി ഖാലിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.